ഹായ് സുന്ദരീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലേസർ ഹെയർ റിഡക്ഷനെ കുറിച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. പലതരത്തിലുള്ള ലേസർ ഉണ്ട്. ഈ മാർക്സ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മുടെ മുഖത്ത് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അത് ഒരു തരത്തിലുള്ള ലേസർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ലേസർ, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെയർ റിമൂവലിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെക്കാട്ടിലും മുന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഒരു ഹെയർ റിഡക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അന്ന് ഞാൻ ഓൺഗോയിങ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ഞാനൊരു 7 to 9 സെഷൻസ് ഓരോ ഭാഗത്തായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ അണ്ടർആംസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ ഫുൾ ഹാൻഡ്സും അതേപോലെ തന്നെ ഫുൾ ലെഗ്സും ചെയ്തു കേട്ടോ. ഇത്രയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം കേട്ടോ. എന്താണ് ലേസർ ഹെയർ റിഡക്ഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് പറയാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേസർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ലൈറ്റ് ആണ് കേട്ടോ. അത് ഇങ്ങനെ എക്സ്ട്രീംലി നമ്മുടെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഇല്ലേ, ഹെയർ ഫോളിക്കിൾസിൽ ബ്ലാക്ക് പിഗ്മെന്റ് ആവും ഉണ്ടാവുക, മെലനിൻ പിഗ്മെന്റ് ആണ് ഉണ്ടാവുക. ആ പിഗ്മെന്റിനെ നശിപ്പിക്കുകയും അതേപോലെ തന്നെ ആ ഫോളിക്കിളിനെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യണേ. അതിലൂടെ നമ്മുടെ ഹെയർ വളരുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിനെ ഓൾറെഡി റൂട്ടിൽ നിന്ന് നശിപ്പിച്ച് കളയാണ്. റൂട്ടിൽ നിന്ന് നശിപ്പിച്ച് കളയുമ്പോൾ നമ്മുടെ ഹെയർ വളരുന്നത് വളരെ സ്ലോ ആയിട്ടാവും ഉണ്ടാവുക. എന്ന് കരുതിയിട്ട് അത് ഇല്ലാണ്ടാക്കില്ല കേട്ടോ. നമ്മുടെ ദേഹത്തെ മുടി എന്തായാലും വളരും, രോമം എന്തായാലും വളരും. ഇതുവരെയും എനിക്ക് തോന്നുന്നില്ല ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പെർമനൻ്റ്ലി ഹെയർ ഇനി വളരെയില്ല, അങ്ങനെ ഒരു സംഗതി ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു പലരും പറയുമ്പോൾ ലേസർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് പെർമനന്റ് എന്ന് പറയുന്നുണ്ട്. പെർമനന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റ് ഹെയർ റിമൂവൽ ടെക്നിക്സ് വെച്ച് നോക്കുമ്പോൾ, അത് വാക്സിങ് ആണെങ്കിലും ശരി, റേസർ ആണെങ്കിലും ശരി, അങ്ങനത്തെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ, ഈവൻ എപ്പിലേറ്ററും ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ച് വളർന്നു വരുമല്ലോ. പക്ഷെ ഈ ഒരു ട്രീറ്റ്മെന്റ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളർന്നു വരുന്ന ആ ഒരു ഇന്റർവെൽ കുറച്ചും കൂടി ലോങ്ങർ ആയിരിക്കും, കുറെ കൂടി ലോങ്ങർ ആയിരിക്കും. എസ്പെഷ്യലി നമ്മൾ അതിന് പറ്റിയൊരു കാൻഡിഡേറ്റും കൂടി ആണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ, നമുക്ക് കുറച്ചുകൂടി ഫെയർ സ്കിൻ, അതിൻ്റെ ഒപ്പം തന്നെ ഡാർക്കർ ഹെയർ ആണെങ്കിൽ, ഇപ്പം നമുക്ക് ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഹെയർ എന്ന് പറയുന്നത്, ഒരു പിഗ്മെന്റ് എന്ന് പറയുന്നത് ഡാർക്കർ ആയിട്ടുള്ളതാണ്. എത്രയും ഡാർക്ക് ആവണം അത്രയും ഹെയർ റിഡക്ഷൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് അത് വർക്ക് ആവണം. കാരണം ആ പിഗ്മെന്റിനെ നശിപ്പിക്കുകയാണല്ലോ ചെയ്യണത്. ആ ഒരു മെലനിൻ കണ്ടന്റിനെ അത് നശിപ്പിക്കുക, ആ ഒരു ഇതിനെയാണ് അത് ഡിറ്റക്ട് ചെയ്യണത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലൈറ്റ് കടത്തുമ്പോൾ അത് ഹീറ്റായിട്ട് ടേൺ ചെയ്ത് അങ്ങനെയാണത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നശിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചൂടാണ് വരിക. അതിനായിട്ട് ഫസ്റ്റ് ഒരു കൂളിംഗ് ജെൽ ഉണ്ടല്ലോ, അത് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യും. അണ്ടർആംസിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കയ്യിലാണെങ്കിൽ അങ്ങനെ, എവിടെയാണോ ഹെയർ റിഡക്ഷൻ ചെയ്യുന്നത് അവിടെ ഒരു ജെല്ലാണ് അപ്ലൈ ചെയ്യുക. അതിൻ്റെ മീതേക്ക് ഈ ഒരു മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ എന്നുള്ള രീതിയിൽ നല്ല ഇങ്ങനെ ഒരു ചൂടാണ് വരിക. പക്ഷെ ഈ ജെല്ലുള്ള കാരണം ഈ ചൂട് നമുക്ക് അധികം അറിയില്ല. എന്നാലും ചെറിയൊരു പെയിൻ ഉണ്ടാവും കേട്ടോ. കംപ്ലീറ്റ്ലി പെയിൻലെസ് ആയിരിക്കണം എന്നില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ചെയ്തത് പെയിൻലെസ് ആയിരുന്നില്ല. എനിക്ക് കുറച്ചൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, ഒരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്കിൻ എത്ര കണ്ടും സെൻസിറ്റീവ് ആണെന്നുള്ളതിനും കൂടി അതിനനുസരിച്ചിട്ടാവും ഉണ്ടാവുക. എത്ര ഡ്രൈ ആണ്, എത്ര സെൻസിറ്റീവ് ആണ്, അത്ര കണ്ട് നമുക്ക് പെയിൻ കൂടുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഡ്രൈ ആകുമ്പോൾ ഒക്കെ കൂടുതൽ ഇത് സ്കിന്നിനൊരു ഇറിറ്റേഷൻ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷേ വൺസ് അത് ടക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ നന്നായി സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് കഴിയും. അല്ലാണ്ട് ആ പെയിൻ ഇങ്ങനെ പെർസിസ്റ്റ് ചെയ്ത് അങ്ങനെ കുറേ നാൾ നിൽക്കുക അങ്ങനെയൊന്നുമില്ല. ആ ഒരു നിമിഷത്തെ പെയിൻ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. കംപ്ലീറ്റ്ലി പെയിൻലെസ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഒന്നും അല്ല കേട്ടോ അത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യുന്ന ടെക്നീഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന് നമുക്ക് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. നല്ല എക്സ്പീരിയൻസ് ഉള്ളൊരു ടെക്നീഷ്യനാണ്, അതേപോലെ തന്നെ നല്ല മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കയ്യിൽ ഈ ചൂട് അധികം അറിയില്ല, അതേപോലെ പൊള്ള് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ് ചെയ്യുന്നത്. മെഷീൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, എത്ര കണ്ടും ഹീറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, അതൊന്നും ഇവർക്ക് അളക്കാൻ പറ്റുന്നില്ല. മെഷീൻ്റെ ക്വാളിറ്റി എത്ര നല്ലതല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ കൈ അല്ലെങ്കിൽ എവിടെയാണോ ലേസർ ചെയ്യുന്നത് അവിടെ പൊള്ളാൻ ചാൻസ് ഉണ്ട്. പൊള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ ബോഡിയിലെ പൊള്ളുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അതെല്ലാം തന്നെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അത് പക്ഷേ
ലേസർ കാരണമുള്ള പ്രശ്നമല്ല, അത് ചെയ്യുന്ന ആൾക്ക് മര്യാദയ്ക്ക് അറിയില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ പല സ്ഥലത്തു നിന്ന് ലേസർ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, തൃശ്ശൂരിൽ നിന്ന് തന്നെ പല സ്ഥലത്തു നിന്ന് ചെയ്തിട്ടുണ്ട്, അതുപോലെ കൊച്ചിയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. എനിക്ക് തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഒരു സ്ഥലത്ത് പോയി ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പൊള്ളിയിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഈ ഭാഗത്ത്. ഈ മുട്ടിൻ്റെ അവിടെയൊക്കെ ആ മെഷീൻ വെച്ചിട്ട് ഇങ്ങനെ ഓടിച്ച് വിടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് അങ്ങനെ അറിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് പൊള്ളും. അപ്പോൾ നമ്മൾ അയ്യോ പൊള്ളുന്നത് അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പിന്നെ അതിൻ്റെ ചൂട് കുറച്ച് കൂട്ടി, അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ എത്ര തവണ ചെയ്യണം, എത്ര ഇടവിട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മാസത്തിലൊരിക്കൽ അറ്റ്ലീസ്റ്റ് 6 സെഷൻ എടുത്താലേ നമുക്ക് ആ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടുള്ളൊരു റിസൾട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷേ അണ്ടർ ആംസിൻ്റെ ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 തവണ തന്നെ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഒരു നല്ല റിസൾട്ട് കാണാൻ സാധിക്കും കേട്ടോ. അതായത് കുറേയൊക്കെ രോമ വളർച്ച കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഓരോ ഏരിയ വെച്ച് ആണ് ഉണ്ടാവുക. അപ്പം കൂടുതലും അണ്ടർ ആംസും അതേപോലെ ബിക്കിനി ഏരിയയിലാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഹെയറിൻ്റെ തിക്നെസ് അവിടെ കൂടുതലല്ലേ, അതുകൊണ്ടാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അണ്ടർ ആംസിലും ബിക്കിനി ഏരിയ പിന്നെ ഞാൻ ചെയ്യാത്തതാണ് എനിക്കറിയില്ല. അണ്ടർ ആംസ് വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു 2 to 3 തവണ ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ നമുക്ക് ഷേവ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ടില്ല, വാക്സ് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, അത്രയും സമയലാഭം ഉണ്ട്. ഞാനാണെങ്കിൽ റെഗുലർ ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സും സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇതൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ടും അതേപോലെ സമയലാഭം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കുക, ഇത് വേണോ, നമുക്കിത് ആവശ്യമുള്ളതാണോ എന്നുള്ളത് നോക്കിയിട്ട് മതി കേട്ടോ. അണ്ടർ ആംസിലാണ് ഏറ്റവും ബെറ്റർ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പം ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബോഡി പാർട്ടായിട്ട് മാത്രം ലേസർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഹെയർ ഗ്രോത്ത് ഉണ്ട് അണ്ടർ ആംസിൽ, നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇല്ലാത്തവർക്ക് ഒരു പ്രശ്നമില്ല, അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അണ്ടർ ആംസിൻ്റെ ഭാഗം മാത്രമായിട്ട് നമുക്ക് ലേസർ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് 6 to 9 സെഷൻ വരെ പലർക്കും ചെയ്യേണ്ടി വരും. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വർഷത്തിൽ 1 തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഒരു മെയിൻ്റെനൻസ് ചെയ്യാം. അപ്പോഴും പൂർണ്ണമായിട്ട് നമുക്ക് ഒരു ഹെയർ പോലും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെയായിട്ട് എനിക്ക് തോന്നുന്നു 8 സെഷൻ ചെയ്തിട്ട് ഒരു 4 മാസത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ഇത്ര കണ്ടും വളർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലാണ് ഇപ്പോൾ അണ്ടർ ആംസ് ഷേവ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ലേസർ കംപ്ലീറ്റ്ലി നിർത്തി, ഇനിയിപ്പോൾ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി വരുന്ന എക്സ്ട്രാ എന്തുണ്ടെങ്കിലും അത് വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഷേവ് ചെയ്തിട്ട് എനിക്ക് ഒതുക്കാവുന്ന പാകത്തിലേക്ക് ഏകദേശമായി വന്നിട്ടുണ്ട്. ഏകദേശം എന്നാലും ഹെയർ ഗ്രോത്ത് ഉണ്ട് എന്നുവെച്ചാൽ ഒരു 70% കുറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും പറയുന്ന പോലെ എനിക്കൊരു 90% കുറവുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. 80% മാക്സിമം, അത്ര വേണമെങ്കിൽ പറയാം, 70 to 80% അത്രത്തോളം കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ തന്നെ ഞാൻ പറയാം അണ്ടർ ആംസിൽ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അതിൻ്റെ പൈസ നമുക്ക് അത്ര കണ്ടും എടുക്കാൻ പറ്റുന്നുണ്ടോ. അപ്പം അണ്ടർ ആംസിൻ്റെ മാത്രം ഹെയർ റിഡക്ഷൻ അല്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് 2000 to 3000 മേ ബി 5000 വരെയൊക്കെ പോവാം. അത് ഓരോ ഹോസ്പിറ്റലിനനുസരിച്ചിട്ടും ഓരോ ഇങ്ങനത്തെ ക്ലിനിക്സിനനുസരിച്ചിട്ടും ഓരോ ഡെർമാറ്റിൻ്റെ അവരുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ചിട്ടൊക്കെ ആവും ഉണ്ടാവുക. 2500 to 4000 ഇടയിലൊക്കെ ആവും ഉണ്ടാവുക. അപ്പോൾ ഇത് 1 തവണ ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് അതേ ഇൻറ്റു 6 നമ്മൾ എന്തായാലും കണക്കാക്കണം. അപ്പം അത്രയും പൈസ നമ്മൾ 6 തവണയെങ്കിലും ചെയ്യാൻ നമ്മൾ റെഡി ആണോ, അത് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ നമ്മളിത് ചെയ്യാൻ റെഡി ആണോ എന്നുള്ളത് നോക്കിയിട്ടേ നമ്മളിതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 101% നമുക്ക് ഓക്കെ ഇത് കഴിഞ്ഞ് നമുക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഹെയർ ഫ്രീ ആയി, യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടിയേ ഇതിനില്ല. നമുക്ക് പിന്നീട് നന്നായിട്ട് കുറയും, അപ്പം നമുക്ക് ഷേവ് ചെയ്യാം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ചെയ്ത് ഒരുവിധം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം പറയുന്നത്. വേറൊരു കാര്യം നമുക്ക് ഇതിൻ്റെ റിസൾട്ടിന് ഇത് വെച്ച് നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് PCOD PCOS ഒക്കെ ഉണ്ട്. അത് കാരണമുള്ള ഹെയർ ഗ്രോത്ത് ആണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് അത്ര കണ്ടൊരു ഗുണം കാണില്ല. കാരണം അണ്ടർലൈങ് ഇഷ്യൂ, ആ ഒരു ഇഷ്യൂ നമുക്ക് ഉള്ളിടത്തോളം എന്തായാലും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. ഇത് വെച്ചിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നീട് വരുന്ന മുടിക്ക് ചിലപ്പോൾ കട്ടി കുറയും. അല്ലെങ്കിൽ ഇപ്പോൾ PCOD ഉള്ള ഒരാൾക്ക് ഇവിടെ ഇങ്ങനെ താടി വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ ഒരിക്കൽ ലേസർ ചെയ്തു, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ യൂഷ്വലി നമ്മൾ ഷേവ് ചെയ്തിട്ട് 2-3 ദിവസം കൊണ്ട് പിന്നീട് താടി വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ 1.5 to 2 ആഴ്ചയ്ക്ക് ശേഷമാവും ലേസർ ചെയ്ത ഒരാൾക്ക് പിന്നീട് താടി വരുന്നത്. അത്രയ്ക്കൊരു വ്യത്യാസത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതല്ലാണ്ട്
ഇങ്ങനത്തെ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് ഡെഫിനറ്റ്ലി നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കാര്യങ്ങൾ സെറ്റ് ആക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണല്ലോ ഇതിനൊക്കെ മെയിനായിട്ട് നമ്മൾ പറയാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ ഇതിനൊക്കെ നല്ല സെറ്റായിട്ട് പോകുന്ന ഒരാൾക്ക് പിന്നീട് ലേസർ ചെയ്യുമ്പോൾ ഒരു ഗുണം ഉണ്ടാവുള്ളൂ കേട്ടോ. അത്ര ഈസി അല്ല ഡെഫിനറ്റ്ലി, ഞാൻ അത് പറയുന്നത്. എനിക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ആയിട്ട് എന്താ തോന്നണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇങ്ങനെ ഒരു റെഗുലർ ബേസിസിൽ ഞാനിങ്ങനെ സ്ലീവ്ലെസ്സും ഇങ്ങനെയൊക്കെ ഇടുന്ന ഒരാളാണ്. നമുക്ക് ഓരോ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതുകൂടാണ്ട് ഇങ്ങനെ നമ്മളോരോ വർക്കായിട്ടും ഇങ്ങനെ ചെയ്യുമല്ലോ, ഓരോ ഔട്ട്ഫിറ്റ്സ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് എല്ലാ തവണയും ഇങ്ങനെ ഷേവ് ചെയ്യാനും വാക്സ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഒരു രോമേശ്വരിയാണ്. എനിക്ക് നല്ലോണം ദേഹത്ത് മുടിയുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ എനിക്ക് നല്ല ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഷേവ് ചെയ്യുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇൻഗ്രോൺ ഹെയർ ഉണ്ടാവുമല്ലോ, അപ്പം അത് അങ്ങനെ എടുത്തു നിൽക്കുന്നതും. അത് മാത്രമല്ല, റെഗുലർ ഷേവ് ചെയ്യുമ്പോൾ എനിക്ക് ഡാർക്ക്നെസ് വരുന്ന പോലെ തോന്നിയായിരുന്നു. നല്ല റേസറാണ്, നല്ല വെച്ചാൽ സ്കിന്നിനൊട്ട് ഇറിറ്റേറ്റ് ചെയ്യാത്ത ഒരു രീതിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ എനിക്ക് കാലിലൊക്കെ ഇങ്ങനെ റേസർ ഉപയോഗിക്കുമ്പോൾ എൻ്റെ സ്കിൻ ഡ്രൈ ആയതുകൊണ്ട്, ബോഡിയിലത്തെ സ്കിന്നൊക്കെ ഡ്രൈ ആയതുകൊണ്ട് ഭയങ്കര ചൊറിച്ചിലും, പിന്നെ എൻ്റെ സ്കിന്നിങ്ങനെ പീൽ ചെയ്ത് പോകുന്ന ഒരു അസുഖമുണ്ട് എനിക്ക്. അത് കാലിലും ഒക്കെ പോകും എനിക്ക്. അപ്പോൾ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. ഈ വാക്സിങ് ആണെങ്കിലും ഷേവിങ് ആണെങ്കിലും ഒക്കെ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് കൂട്ടിയിട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു ആളായ ഞാൻ ലേസർ ചെയ്തപ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി കുറച്ച് ബെനിഫിറ്റ് ആയിട്ട് തോന്നി. അപ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം എന്ന് വെച്ചാൽ, നമുക്ക് ഈ ഹെയർ ഗ്രോത്ത് കാരണം എത്ര കണ്ട് ബുദ്ധിമുട്ടുണ്ട്. അത് നമുക്ക് ലേസർ ചെയ്താൽ നമ്മുടെ ലൈഫ് കുറെ കൂടി ഈസി ആവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നമുക്ക് വേറെ ഹോർമോണൽ ഇഷ്യൂസും ഒന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. കാരണം അതുള്ള ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിന് അത്ര കണ്ട് ബെനിഫിറ്റ് നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ 6 സെഷനെങ്കിലും നമ്മൾ എടുക്കാൻ റെഡിയാണോ? അത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് മാസത്തിലൊരിക്കൽ നമ്മൾ പോയി ഡോക്ടറെ അടുത്ത് പോയി അത്രയും നമ്മുടെ സമയം ചെലവഴിക്കാനായിട്ട് നമുക്ക് പറ്റുമോ? കാരണം നമ്മളിങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ടാണ് ആ മെഷീൻ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യാം. പിന്നെ വളരെ സെൻസിറ്റീവ് സ്കിന്നുള്ള ഒരാളാണ്, തീരെ നമുക്ക് വേദന സഹിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരാളാണെങ്കിൽ ഞാൻ പറയാം അത് ഇത്തിരി പാടായിരിക്കും കേട്ടോ. ഭയങ്കര പെയിൻലെസ് ആയിട്ടുള്ള ഒരു സാധനമേ അല്ല അത്. എന്നിട്ടിങ്ങനെ ഞാനിങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോഴും അല്ലെങ്കിൽ ചിലരുടെ അടുത്ത് ചോദിക്കാറുണ്ട്, ഒട്ടും വേദന ഇല്ലാത്തൊരു സാധനമാണല്ലേ. അല്ല കേട്ടോ, ഒരു ചൂടുള്ള ഒരു സാധനം നമ്മുടെ ബോഡിയിലേക്ക് ഇങ്ങനെ ആക്കുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പെയിൻ ഉണ്ടാവില്ലേ. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം അത്രയും കണക്കാക്കുക. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അൺഡ്രാംസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 2500 to 4000 അവിടെ വരെ ഉണ്ടാവും. ഇപ്പോൾ കൈ മൊത്തം എടുക്കുകയാണെങ്കിൽ കൂടുമല്ലോ അത് ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നു ഒരു 6000-8000 രൂപ വരെയൊക്കെ ഉണ്ടാവാം. കുറയാം, അതിനെക്കാട്ടിലും കൂടാം. അത് ഡിപ്പെൻഡ് ചെയ്യും ഓരോ ക്ലിനിക്കിനെ വെച്ച് നോക്കുമ്പോൾ. കാല് ഫുൾ എടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നന്നായിട്ട് കൂടും. അപ്പം കാല് ഫുൾ എനിക്ക് തോന്നുന്നു എഗെയിൻ ഒരു 10ൻ്റെ അടുത്ത് വരികയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ 10 into 6, അപ്പോൾ എത്രയും 60,000 രൂപയോളം നമ്മൾ കാലിൻ്റെ ഹെയർ കളയാൻ വേണ്ടിയിട്ട് ആ ഒരു ഫുൾ സെഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആണോ? അത്രയും നമുക്ക് അത് വർത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അതൊന്ന് വർത്തായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മുടെ ജോബ് അതിനനുസരിച്ചിട്ടുള്ളതാണ്, അതുപോലെ നമ്മുടെ സമയം അത്രയും നമുക്ക് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് റേസർ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ്. എനിക്ക് പേഴ്സണലി നോക്കുകയാണെങ്കിൽ റേസർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടുകൾ, ഈ ചൊറിച്ചിലും പിന്നെ ഈ സ്കിൻ പൊളിഞ്ഞു പോണത്, അതൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നല്ലൊരു ബെനിഫിറ്റ് ഉള്ളതായിട്ട് തന്നെയാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത്രയും കാര്യങ്ങളെല്ലാം കണക്കിലെടുക്കുക. പൈസ ആണെങ്കിലും സമയമാണെങ്കിലും ഒക്കെ നമുക്ക് ചെലവഴിക്കാൻ നമ്മൾ അത്രയും റെഡി ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ലേസർ നമുക്ക് പോവാം. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ കരുതുന്ന പോലെ ഇത്രയും സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ടുള്ള ഹെയർ ഒരു 95% ഈവൻ 90% പോലും പോകണമെന്നില്ല. ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്കാണെങ്കിൽ എനിക്ക് ഇത്രയും ഹെയർ ഗ്രോത്ത് ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ലേസർ ഈ ഒരു 8 സെഷനെങ്കിലും ഞാൻ അൺഡ്രാംസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു തരത്തിലാവും എൻ്റെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. അപ്പം ഒരു 2 to 3 ആഴ്ചയിലൊരിക്കൽ എനിക്ക് റേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പോൾ അണ്ടർആം ഡാർക്ക്നെസ്സും അത് കാരണമാണ് എനിക്ക് കുറഞ്ഞു തോന്നുന്നു. അത് മാത്രമല്ല, പ്രത്യേകമായിട്ട് ഞാൻ അണ്ടർആംസ് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാറുണ്ട്, മാക്സിമം ടേക്ക് കെയർ ചെയ്യാനും നോക്കാറുണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. അതും അണ്ടർആം ഡാർക്ക്നെസ് കുറയ്ക്കാനായിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറൊരു കാര്യം എന്താണെന്നറിയോ ശ്രദ്ധിക്കേണ്ടത്, എന്തായാലും നല്ല സ്ഥലത്ത് തന്നെ പോയി ചെയ്യുക. അത് നമ്മൾ പ്രോപ്പറായിട്ട് റിവ്യൂസൊക്കെ നോക്കുക. എനിക്കിങ്ങനെ പ്രത്യേകമായിട്ടൊരു സ്ഥലം പറഞ്ഞു തരാൻ അറിയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയിട്ട് എനിക്ക്
ഞാൻ പല പല സ്ഥലത്തു നിന്നാണ് ചെയ്തത്. എനിക്ക് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു എങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, എത്രയൊക്കെയാണ് ഇതിൻ്റെ വിലയ്ക്ക് എത്ര കണ്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എനിക്കത് പറയാലോ എന്നുള്ള രീതിക്കാണ് ഞാൻ ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് ചെയ്തത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഒരു സ്ഥലത്ത് പണ്ട്രാംസ് ചെയ്യാനായിട്ട് ഇപ്പോൾ 2500 ആണെങ്കിൽ വേറൊരു സ്ഥലത്ത് ഒരു 3000 to 4000 ഉണ്ടാവാം. ചില സ്ഥലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അൺറാം ലേസർ എന്ന് പറഞ്ഞിട്ട് അവരൊരു 2500 ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 750 രൂപ ആ ജെൽ അപ്ലൈ ചെയ്യണേന് മേടിക്കും. അങ്ങനെയുണ്ട്. അവരിങ്ങനെ ഓരോരുത്തരുടെ ഇതിനനുസരിച്ചിട്ടാവും മേടിക്കേണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ടെക്നീഷ്യൻസ്, അവരുടെ മെഷീൻസ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്നൊരു സ്ഥലം എന്ന് എനിക്ക് പറഞ്ഞു തരാൻ യാതൊരു നിവർത്തിയില്ല. റിവ്യൂസ് നോക്കിയിട്ട് നല്ലൊരു സ്ഥലം നമുക്ക് തന്നെ വർക്കൗട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ചിരിക്കും. ചിലർക്ക് ചില സ്ഥലം അവർ ആ ടെക്നീഷ്യൻ നല്ല രീതിയിൽ നോക്കി ചെയ്യുന്നാലും നമുക്കത് ബെറ്റർ ആയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണത്. സെൻസിറ്റിവിറ്റി കൂടുന്തോറും ഇതിൻ്റെ പെയിനും ഉണ്ടാവും. അതായത് ഈ ഹീറ്റ് ആക്കണേൻ്റെ ഒരു വേദനയും അതേപോലെ തന്നെ ഒരു ഡ്രൈനെസ് കൂടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് റിവ്യൂസ് നോക്കുക എന്നുള്ളതാണ്. നല്ലൊരു ക്ലിനിക്കിൽ തന്നെ പോവുക, റിവ്യൂസ് നോക്കിയിട്ട് നല്ല സ്ഥലത്ത് നിന്ന് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഇതിൻ്റെ പ്രൈസ് ആണെങ്കിലും അതേപോലെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് ഞാൻ ഇനി ഞാൻ എടുത്തു പറയുന്നില്ല, എത്ര കൊണ്ടും ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത് അറിയാം. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ എന്ത് തന്നെ ഒരു സാധനമാണെങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഗുണവും ദോഷവും ലോങ് റണ്ണിലേക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കിയേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ പൈസ ചുമ്മാ നമ്മൾ നഷ്ടപ്പെടുത്തല്ലേ. അതിപ്പോൾ സ്കിൻ കെയർ ആണെങ്കിലും അതെ, സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ അതിനെ എങ്ങനെ പരിപാലിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വളരെ കാഷ്വലായിട്ട് വിടുന്ന ഒരാളാണ്, നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു പിന്നീട് വന്ന് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നില്ല, നമ്മുടെ ഹെൽത്ത് നോക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ വരച്ച വര പോലെ പോകും. അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ഓൾ ടുഗെദർ നമ്മുടെ ഒരു ഹെൽത്തും ആ ഒരു ഗ്ലോയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് ഫുഡും വർക്കൗട്ടാണ്. അതാണ് നമ്മളെ ലോങ് റണ്ണിലേക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യുക. പ്ലസ് ആഡ് ഓൺ ആയിട്ട് നമുക്ക് പറ്റാവുന്ന കാര്യങ്ങൾ നന്നായി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ സ്കിൻ കെയർ ആണെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാവുന്ന സ്കിൻ കെയർ ഉണ്ട്, അത് ചെയ്യാവുന്നതാണ്. അങ്ങനെ കൊണ്ടുപോയാലും മതി. അതുപോലെ തന്നെയാണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഇതിൻ്റെ ഗുണം ദോഷവും നമുക്ക് സ്വയം അനലൈസ് ചെയ്യാം, എന്നിട്ട് വേണോ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഞാൻ എക്സ്ട്രാ എന്തെങ്കിലും പോയിന്റ് ഞാൻ വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കട്ടെ. പിന്നെ സാധാരണ ഒരാൾക്ക് ഫേസിൽ ലേസർ ചെയ്യുമ്പോൾ പൊതുവെ കുറവ് റിസൾട്ടേ കാണാൻ സാധിക്കുള്ളൂ, എസ്പെഷ്യലി സ്ത്രീകൾക്ക്. കാരണം നമ്മുടെ മുഖത്ത് നേർത്ത രോമങ്ങളല്ലേ ഉണ്ടാവുക, അതുപോലെ തന്നെ കളറും വളരെ ലൈറ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വേദന എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇത് പറയാം, ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു വേദനയില്ലേ, അത് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള വേദന മാത്രമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാലല്ലോ. അതുപോലെയാണ് ഇപ്പോൾ റബ്ബർ ബാൻഡ് വലിച്ചിട്ട് എന്ന് പറഞ്ഞിടുമ്പോൾ ഒരു വേദന ഉണ്ടാവില്ലേ, അത് പക്ഷെ ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞാൽ ആ വേദന അങ്ങ് പോവില്ല. അതുപോലൊരു വേദനയാണ് ആ മെഷീൻ വെച്ചിട്ട് ആ ഒരു സെക്കൻഡ് നേരത്തെ വേദന, അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ബേസിക്കലി ചൂട് തട്ടുന്നതിൻ്റെയാണ് കേട്ടോ, ആ ഒരു തരത്തിലാണ് ഉള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ജസ്റ്റ് അണ്ടർആംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നോക്കും, പിന്നീട് നമുക്ക് വേണമെങ്കിൽ ബാക്കിയിലേക്ക് കടന്നാൽ മതിയല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ലേസർ ഹെയർ ട്രീറ്റ്മെൻറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി PCOS ഒക്കെ ഉള്ള ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അങ്ങനെയുള്ള ആളുകളാണ് കൂടുതൽ ഈ ഹെയർ ഗ്രോത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, അങ്ങനെയുള്ള ഒരാൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അത്ര സെറ്റാവില്ല. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും അതിന് വേണ്ട മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒന്ന് സെറ്റായതിന് ശേഷം മാത്രം ഈ ലേസറിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നോക്കാം, വേണ്ടവർക്ക് ചെയ്യാവുന്നതാണ്, അല്ലാത്തവർക്ക് ജസ്റ്റ് ഹെയർ ഷേവ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എന്നുള്ളത് മാത്രം ഓർത്തിട്ട് ചെയ്യണമെന്നില്ല. കാരണം അതിനുള്ളൊരു ബെനിഫിറ്റ് ലേസറിനില്ല. അല്ലാത്ത പക്ഷം നമ്മൾക്ക് ചില ജോലികൾ ചില കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുമല്ലോ, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സമയപരിമിതി അങ്ങനത്തെയൊക്കെ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വിട്ടുപോയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഡീറ്റെയിൽസ് ഇത് ഞാൻ പറയട്ടെ, ഇത് മിന്ത്രയിൽ നിന്നുള്ളൊരു ഷർട്ടാണ്. ഇത് നമുക്ക് ബട്ടൺ ഇട്ടിട്ട് ഇങ്ങനെ ഇടാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്കൊരു ജാക്കറ്റ് പോലെ ക്രോപ്പ് ടോപ്പിനൊപ്പം പെയർ ചെയ്യാവുന്നതാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, അത്യാവശ്യം നല്ലൊരു കോട്ടൺ മിക്സ് വരുന്ന മെറ്റീരിയലാണ്. ലിപ്സ്റ്റിക്ക് വന്ന് മാർസിൻ്റെ ആണ്, അത് ഞാനിവിടെ ടാഗ് ചെയ്യാം. അപ്പോൾ അതും ചെക്ക് ചെയ്ത് നോക്കൂ. ലവ് യു ഓൾ സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ബൈ, ടേക്ക് ലവ് യു ഓൾ.
ബൈ.